ഏത് മദ്രസയിലാ നിങ്ങളെല്ലാരും പഠിക്കണത്? അവിടെ കേറിയില്ലേ, ആ അവിടെ ഒരു ടൗൺ പള്ളി ഉണ്ട്, ചെറിയ സ്ഥാപനം. എന്താ പഠിക്കണത്? ഖുർആനാണോ? അല്ല, ഖുർആനല്ല, ഇതാണ് എന്താ കിതാബ്? ഏത് കിതാബാ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ ഖുർആനിൽ നിന്ന് 1-2 കാര്യങ്ങൾ ചോദിക്കും നിങ്ങളോട്. നിങ്ങൾ മുത്തഅലീമുകളാണ്, അതുപോലെ തന്നെ വയല് പറയാൻ പോവുകയാണ്. ഒരു കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു തരണം. ഞങ്ങള് ഹിന്ദു മതത്തിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണല്ലോ. ഞാൻ ആശാരിയായിരുന്നു. അതുപോലെ തന്നെ മണ്ണാൻ, നമ്പൂതിരി, നായര്, പാണൻ, ചെറമ്മൻ, ഇങ്ങനെയൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിച്ചിരുന്നു അല്ലേ? ഇസ്ലാം പറഞ്ഞു, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അദ്കാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയനാരാണ്? നിങ്ങൾ ദർസ് പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും, നിങ്ങളിൽ ഏറ്റവും ആദരണീയനാരാണ്? ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അദ്കാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്. ആലിമാണ്, പക്ഷെ അയാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വില ഉണ്ടോ? ഇല്ല. പക്ഷെ ഒരു ജാഹിലാണ്, പക്ഷെ അവൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ ആർക്കാ സ്ഥാനം ഉണ്ടാവുക? അതെ, തഖ്വ പാലിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഖുർആനിൽ പറയുന്നുണ്ടേ, ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദാ, നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും നാം മുസ്ലിമീങ്ങളെന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളെന്ന് പറയാറില്ല. മറിച്ച് എന്താ പറയാ, ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് അല്ലേ, ഞങ്ങളൊക്കെ മുജാഹിദീങ്ങളാണെന്നൊക്കെ പറയും അല്ലേ. ഈ സുന്നി മുജാഹിദും തബ്ലീഗും ഒക്കെ എന്താന്ന് വല്ല പിടുത്തോണ്ടോ നിങ്ങൾക്ക്? എന്താ? 100 കൊല്ലം മുന്നേ കുറച്ച് പുത്തനാശയക്കാർ വന്നു. 100 കൊല്ലം മുമ്പ് ഒരു പുത്തനാശയം പറഞ്ഞ ഒരാശയം, പുത്ത ആശയം. അതുകൊണ്ട് ഒരു ചങ്ങായിക്ക് പെട്ടെന്ന് തോന്നി, എന്തപ്പോ ഷിർക്കല്ലേ നബിയെ ഇങ്ങനെ ആരാധിക്കണേ, നമ്മള് എന്തിനാ വിൽക്കാൻ പോയി അള്ളാനെ വിളിച്ചോടെ, എന്തിനാണ് ഈ മൊയ്ത് ഷെയ്നെ വിളിക്കണേ, എന്തിനാണ് റസൂലുള്ളാഹിനെ വിളിക്കണേ, എന്തിനാണ് തയ്യാറക്കുമ്പോ റസൂലുള്ളാഹിക്ക് പാസ് കൊടുക്കണേ? നമ്മള് കണ്ട് ഉദ്ദേശിക്കണേ ഓൽക്ക് അള്ളാനത്തെ കുറച്ച് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ ഓൽക്ക് അള്ളാന്റെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് പറയണേ, നമ്മള് കുറച്ച് ചപ്പു ചവറുകളല്ലേ, അരിയിലുമില്ല, അങ്ങനെ അറിയില്ലാത്ത ആൾക്കാരല്ലേ, പെട്ടെന്ന് അങ്ങനെ ദുആ കബൂലാക്കണമെന്നില്ല. പക്ഷെ നബീന്റെ അടുത്തും ഷേഖന്മാരത്തൊക്കെ പറഞ്ഞ ഓലിക്ക് കുറച്ച് അള്ളാന്റെ ബന്ധമുള്ള ആളല്ലേ, അപ്പൊ നമ്മള് നല്ല മഹബത്തോടെ നമ്മൾ വിളിച്ച ഇജാബത്തൊന്നും നമ്മൾ ഓല് പറയണ അത് ശിർക്കാണ്. അതായത് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാൻ പാടില്ല, നബിയെ വിളിക്കാൻ പാടില്ല എന്ന് അവര് പറയണു അല്ലേ? അതുകൊണ്ടാണ് അവരെങ്ങനെ മാറ്റി നിർത്തുന്നത്. അവരാണ് പുത്തനാശയക്കാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിയോഗിതനാകുന്ന സമയം എന്തായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് പഠിച്ചിട്ടുണ്ടോ? ഞാൻ എൽമ പഠിക്കുന്ന ഒരാളായതുകൊണ്ടും നിങ്ങൾ ദർസ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടും ചോദിക്കുകയാണ് കേട്ടോ. നബിതങ്ങള് കഅബാലയത്തിൽ ചെല്ലുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകളുടെ ആരാധനാ രീതികൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു? ഏകദൈവാരാധനയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച കഅബാലയത്തിൽ 360ഓളം വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെ. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലാ, അറിയണം നിങ്ങൾ, അലാ ലില്ലാഹില്ലദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ മതം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതായത് ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ്. അത് ആർക്ക് മാത്രമേ അവകാശപ്പെടുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെടുന്നതാണ്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, എന്താ പറഞ്ഞാന്നറിയോ? നിങ്ങൾ എത്ര കാലമായി ദർസ് പഠിക്കൽ തുടങ്ങിയിട്ട്? വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ കാര്യകർത്താക്കളായി സ്വീകരിച്ച ആളുകൾ അവരെന്താ പറഞ്ഞിരുന്നത് എന്നറിയോ? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ശരിയായ ഒരു അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ലാത്ത, ഉസ്സ, മനാത്ത എന്നിങ്ങനെയുള്ള പല വിഗ്രഹങ്ങളും രൂപങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ജീവിച്ചിരുന്ന മഹത് വ്യക്തികളായ ആളുകളെ പോലും അവരെന്ത് ചെയ്തിരുന്നു? രൂപങ്ങൾ ഉണ്ടാക്കി അവർ ആരാധ്യന്മാരാക്കി സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ എന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്തു? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരായി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യഹ്കും ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ,
നിശ്ചയമായും അവർ തമ്മിൽ ഭിന്നിച്ച വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. പ്രവാചകൻ എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളത്. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ആരാധ്യന്മാരെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു, അല്ലേ? ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ വ കുഫാറ. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്തിലാക്കുകയില്ല, നേർമാർഗത്തിലാക്കുകയില്ല കള്ളവാദികളായ ആളുകളെയും കുഫാറുകളായ ആളുകളെയും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വഹീദീൻ ഷെയ്ഖ് റഹ്മമുള്ള, അള്ളാഹു ഇഷ്ടപ്പെടട്ടെ അദ്ദേഹത്തിന് ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ദീനിൽ നിന്നും അകന്നുപോയ വലിയൊരു സമൂഹത്തെ ദീനിലേക്ക് മടക്കി കൊണ്ടുവന്ന മഹാനാണ്. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിച്ചു എന്നുള്ളതാണ്, അല്ലേ? ദർസ് പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു നമ്മളൊക്കെ ചപ്പും ചവറുകളല്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പാപങ്ങൾ പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് ശബ്ദമില്ലാത്ത ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം പറഞ്ഞുതരാം. കുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എൻ്റെ അടിമകൾക്ക്. ആരോടാ പറയുന്നത്? എന്നോട് നിങ്ങളോടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിയൂനി, നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിക്കൊള്ളട്ടെ. അങ്ങനെ തന്നെയല്ലേ? എന്നാൽ എന്താ അതുകൊണ്ടുള്ള മെച്ചം? യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പാപികളാണ്, ചപ്പ് ചണ്ടികളാണെന്നും പറഞ്ഞ് മാറി നിൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടും. അതേസമയം ഞാൻ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ മഹാന്മാരായ ആളുകൾ അവരൊരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ അവരോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ ദർസ് പോയി പഠിച്ചതല്ല. ഞാൻ എൻ്റെ വാപ്പിമ്മി മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആയതുമല്ല. സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ളൊരു മാർഗം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞു 100 കൊല്ലം മുമ്പ് പുത്തൻ ആശയക്കാരുണ്ടായി. എന്താ അവർ പറഞ്ഞ ആശയം? അള്ളാനെ വിളിച്ചാ പോരേന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും ചെരുപ്പിന്റെ വാറ് പൊട്ടിക്കഴിഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാനാണോ അതോ അള്ളാഹുവിനെ വിളിക്കാനാണോ? ഇഷ്ടമുള്ളത് വിളിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറയരുത്. എന്താ പറഞ്ഞത്? ചെരുപ്പിന്റെ വാറ് പൊട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് വിളിക്കാനാണോ പറഞ്ഞത്? നിങ്ങൾ ദർസ് പഠിക്കുന്ന കുട്ടികളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടകപ്പുറത്ത് വെച്ച് കൊടുത്ത ഉപദേശങ്ങളിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കാനാ പറഞ്ഞത്? നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? നീ ചോദിക്കുകയാണെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, നീ ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അല്ലെങ്കിൽ സ്വഹാബാക്കളോട് ചോദിച്ചോ. ഇത് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് പറയുകയാണ്, നമ്മൾ ഒരു വിഭാഗത്തെയും വെറുക്കാതെ അതിന്റെ നിജസ്ഥിതികളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ വിഭാഗീയത പറയണില്ല, പക്ഷെ ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാതെ, നമുക്കറിയാലോ, ഒന്ന് സുന്നി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞ് കണ്ടാൽ പോലും പരസ്പരം മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലേ? ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടിമകളാണ്, റസൂലിന്റെ അനുയായികളാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ തെറ്റിക്കാനാണോ അള്ളാഹുവിന്റെ ദീന് നമുക്ക് തന്നിട്ടുള്ളത്? അല്ല, മറിച്ച് എന്താണ്? എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഫഇൻ തനാസൗതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അത് മടക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. കാരണം വലഖദ് ഖലഖനൽ ഇൻസാൻ, ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലെ? അള്ളാഹു അല്ലേ സൃഷ്ടിച്ചത്? വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, അള്ളാഹു അറിയുന്നില്ലേ? അപ്പൊ ഞാൻ എൻ്റെ ഒരു ആവശ്യം നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ, ഞാൻ പറയാതിരുന്ന അറിയോ? പക്ഷെ അള്ളാഹു നമ്മളെ ഹൃദയത്തിലുള്ളത് അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ഞാൻ ആ മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ കൂടുതൽ അടുത്തവനാണ്. അപ്പൊ നമ്മളെ ആവശ്യങ്ങൾ, നമ്മളെ പ്രയാസങ്ങൾ, നമ്മൾ വീഴാൻ പോകുമ്പോഴും മൊയ്തീൻ ഷെയ്ഖെ എന്നല്ല വിളിക്കേണ്ടത്, നബിയെ എന്നല്ല വിളിക്കേണ്ടത്, മറിച്ച് എന്താ വിളിക്കേണ്ടത്?
അള്ളാഹുവെ എന്നാണ് വിളിക്കേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ അക്കീദ എന്ന് പറയുന്നത്. നമ്മൾ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് നമ്മൾ യഥാർത്ഥ സുന്നിയാവണം. അതുപോലെ തന്നെ ദീനിന് വേണ്ടി നമ്മുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തിട്ട് നമ്മൾ യഥാർത്ഥ മുജാഹിദാവണം. അങ്ങനെയാണ് നമ്മൾ എന്താവേണ്ടത്? യഥാർത്ഥ മുജാഹിദും യഥാർത്ഥ സുന്നിയൊക്കെ ആവേണ്ടത്. അല്ലാതെ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഉപ്പിമ്മി സമസ്തക്കാരായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സുന്നികളായിരുന്നു, ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഉപ്പിമ്മിയൊക്കെ മുജാഹിദീങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് സുന്നിയാവാനോ മുജാഹിദാവാനോ പറ്റുമോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലേ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉസ്താദുമാരെ ഞാൻ പറഞ്ഞത് അറിവ് കിട്ടണം എവിടെയെങ്കിലും ഈ ഒരു ആ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അത് ഉറപ്പായില്ലേ? വ്യക്തമായില്ലേ? അപ്പൊ നമ്മൾ സങ്കടവും പ്രയാസവും വന്നു കഴിഞ്ഞാൽ ഇനി ആരെ വിളിക്കുള്ളൂ? മൈദി ഷെയ്ഖിനെ വിളിക്കുവോ? നബിയെ വിളിക്കുവോ? ഉറക്കെ പറയും. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ വിഷയത്തിൽ തന്നെയല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നത്? വിളിക്കാൻ പാടുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിനോട് കാര്യമായിട്ട് തൗബ ചെയ്യുക. നിങ്ങൾ പറഞ്ഞില്ലേ, ഇൽമ നേടുക, അറിവ് നേടുക എന്നുള്ളത് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അറിവുള്ളവർ മാത്രമേയാണ് അള്ളാഹുവിന് ഭയപ്പെടുള്ളൂ. ആത്മാർത്ഥമായിട്ട് 5 നേരവും നമസ്കരിക്കുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ എന്നെ നീ മുസ്തഖീമായ മാർഗത്തിലേക്ക് എത്തിക്കണേ. ഈ പറഞ്ഞ പോലെ തന്നെ നീ എൻ്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ പോലും അറിയുന്നവനാണ്. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുക്കും, ഇതാ നിങ്ങളെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാന്നുള്ളത്. അല്ലെ? സൃഷ്ടികൾക്ക് ആർക്കും സ്വന്തമായ ഒരു കഴിവില്ല, അള്ളാഹ് കൊടുക്കണതല്ലേ. അപ്പൊ അള്ളാഹ് ആ കൊടുക്കുന്ന അള്ളാഹുവിനോട് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇതല്ലേ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ സംശയം ഉണ്ടായിരുന്ന വിഷയം എന്തായിരുന്നു? ഓർക്ക് പറഞ്ഞിട്ട് എങ്ങനെയാണ് മുജാഹിദീങ്ങളും സംസ്ഥാനം എങ്ങനെയാണ് വ്യത്യാസം ഊഹം വെച്ചിട്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? എന്താവശ്യങ്ങൾക്കും അള്ളാഹുവിനെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ മഹ്ദി ഷെയ്ഖ് റഹ്മത്തുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കണം, പഠിക്കണം. കാരണം അദ്ദേഹം മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ അവർക്ക് ദീനിനു വേണ്ടി സേവനം ചെയ്തതുപോലെ സേവനം ചെയ്യാൻ ഞങ്ങളെ തൗഫീഖ് ചെയ്യണമെന്ന് പറയണം. ഇൻഷാ അല്ലാഹ്. റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.